ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ചെമ്പരത്തിയുടെ മറ്റൊരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഇപ്പോൾ കാണിക്കുന്നത് അടുക്കളയിൽ നിൽക്കുന്ന സുജാതയും കല്യാണിയുമാണ്. കല്യാണി കരഞ്ഞുകൊണ്ട് ജോലി ചെയ്യുന്നത് സുജാത കാണുകയാണ്. സുജാത ചോദിക്കുകയാണ്, എന്താ കല്യാണി, എന്താ നീ കരയുന്നത്? കല്യാണി, എന്താ ഇത്? സുജാത പറയുകയാണ്, ദാസേട്ടന് അത്രയും നാളെ ആയുസുണ്ടായിരുന്നുള്ളൂ. ദേ അനിയൻകുട്ടൻ സ്കൂളിൽ പോകാൻ നിൽക്കുവാണ്. വെറുതെ അവനെയും കൂടി സങ്കടപ്പെടുത്താൻ നിൽക്കരുത്. ഇപ്പോ എന്തുപറ്റി? ദാസേട്ടന്റെ ഡ്രസ്സോ വാച്ചോ എങ്ങാനും കണ്ടു കാണോ? അതല്ല സുജാതേച്ചി. പിന്നെ അഖില മാഡം എന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടായ സംഭവങ്ങൾ സുജാതയോട് പറയുകയാണ് കല്യാണി. സുജാത പറയുകയാണ്, കല്യാണി അതൊന്നും കാര്യമാക്കേണ്ട. മാഡം മറ്റെന്തെങ്കിലും ടെൻഷനിൽ പറഞ്ഞതാകും. ഒന്നുമില്ലേലും നിന്നെ മരുമകളായി അംഗീകരിച്ച് കയറ്റിയതല്ലേ. അപ്പോഴേക്കും വിലാസിനി അങ്ങോട്ട് വരികയാണ്. വിലാസിനി ചോദിക്കുകയാണ്, എന്താടി രാവിലെ ഒരു പൂങ്കണ്ണീര്? എന്നിട്ട് സുജാതയോട് ചോദിക്കുകയാണ്, എന്തിനാടി ഇവൾ മോങ്ങുന്നത്? ഒന്നും മിണ്ടാതെ നിൽക്കുന്ന സുജാതയോട് വീണ്ടും വിലാസിനി ചോദിക്കുകയാണ്, ചോദിച്ചത് കേട്ടില്ലേ? അവൾ എന്തിനാ കരയുന്നേന്ന്? എന്താടി നിന്റെ നാവ് ഇറങ്ങിപ്പോയോ? അത് കല്യാണിയെ അഖില മാഡം എന്ന് സുജാത വിക്കി പറയുകയാണ്. അപ്പോൾ വിലാസിനി പറയുന്നു, കല്യാണിയെ അഖില മാഡം? ഹോ, എന്താന്ന് വെച്ചാൽ ഒന്ന് തെളിച്ച് പറയടി. പറയരുതെന്ന് കല്യാണി പറയുകയാണ്. എന്നിട്ടും സുജാത പറയുന്നു, കല്യാണിയോട് അഖില മാഡം ദേഷ്യപ്പെട്ടു. വിലാസിനി അന്നേരം കല്യാണിയോട് പറയുകയാണ്, നീ എന്താ വിചാരിച്ചത്? ചേച്ചി നിന്നെ ഇവിടെ വിളിച്ചോണ്ട് വന്നത് റാണിയായി വാഴിക്കാനാണെന്നാണോ? എടി, മൂഷിക സ്ത്രീയെ വീണ്ടും മൂഷിക സ്ത്രീയാക്കാനാണ് നിന്നെ ഇങ്ങോട്ട് വീണ്ടും കെട്ടി എഴുന്നള്ളിച്ചത്. ഇത് നിന്റെ വിധി. കൊതിച്ചതൊന്ന്, വിധിച്ചത് മറ്റൊന്ന്. ഇനിയും നീ അറിയാത്ത ചില രഹസ്യങ്ങൾ ഉണ്ട്. കേൾക്കണോ നിനക്ക്? പറയാം. അത് കേട്ടിട്ട് തളർന്ന് തലയടിച്ച് താഴെ വീഴരുത്. നിന്റെ വയറ്റിലൊരു കുഞ്ഞുള്ളതല്ലേ, അത് മറക്കേണ്ട. എന്നാൽ ശ്രദ്ധിച്ച് കേട്ടോ. ഈ വീട്ടിൽ നീ മാത്രം അറിയാതെ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ഒരു രഹസ്യം ഉണ്ട്. അതിനെ രഹസ്യമെന്ന് വിളിക്കണോ തെളിവെന്ന് വിളിക്കണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എന്നാലും പറയാം. ഇത് കേട്ട് ആകെ പരിഭ്രമിച്ചു നിൽക്കുകയാണ് കല്യാണി. മക്കളെ ജീവനെ പോലെ സ്നേഹിച്ചിരുന്ന നിന്റെ അച്ഛനുണ്ടല്ലോ, ദാസേട്ടൻ. ദാസേട്ടൻ മരിച്ച സ്ഥലത്ത് നിന്നും പോലീസിന് CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പോലീസിന് കിട്ടിയ CCTV ദൃശ്യങ്ങളിൽ ദാസേട്ടൻ മരിക്കുന്ന സമയത്ത് അതേ സ്ഥലത്ത് തൃച്ചംബരത്തുള്ള ഒരാൾ കൂടി ഉണ്ടായിരുന്നു ദൃക്സാക്ഷിയായി. അത് കേട്ട് ഞെട്ടുകയാണ് കല്യാണി. അത് മറ്റാരുമല്ല, നീയും നിന്റെ അച്ഛനും ദൈവത്തെ പോലെ കരുതുന്ന ദേവത, തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി. ഇത് കേട്ട് ഒരുപോലെ ഞെട്ടുകയാണ് സുജാതയും കല്യാണിയും. നിന്റെ അച്ഛൻ റോഡിൽ ചോരയിൽ കുതിർന്ന് പിടഞ്ഞു മരിക്കുന്നത് കണ്ടുകൊണ്ട് നിന്നോ നിന്റെ അഖില മാഡം? കല്യാണി പറയുകയാണ്, ഇല്ല, ഞാൻ വിശ്വസിക്കില്ല. നിങ്ങള് കള്ളം പറയുകയല്ലേ? അല്ല, അഖിലേച്ചിയെ കുറിച്ച് ഞാൻ എന്തിനാ കള്ളം പറയുന്നത്? ഇത് ഞാൻ പറയുന്ന കള്ളമല്ല, പോലീസിന്റെ കയ്യിലുള്ള തെളിവാണ്. ദേ, ഇനിയും നിനക്ക് വിശ്വാസമായില്ലെങ്കിൽ നിനക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ള നിന്റെ കഴുത്തിൽ താലി കെട്ടിയ വലിയ കുഞ്ഞിനോട് തന്നെ പോയി ചോദിക്ക്. അവൻ നടക്കാൻ പോയിരിക്കുകയാണല്ലോ. വരുമ്പോൾ പിടിച്ചു നിർത്തി അവന്റെ മുഖത്ത് നോക്കി തന്നെ ചോദിക്ക്. ഞാനും കൂടെ നിൽക്കാം. പക്ഷേ അവൻ സത്യം പറയുമെന്ന് എനിക്കൊരു വിശ്വാസവും ഇല്ല. കല്യാണി ഒന്നും മിണ്ടാനാകാതെ അവിടെ തന്നെ നിൽക്കുകയാണ്. വിലാസിനി പറയുകയാണ്, ഇനിയെങ്കിലും നീ ഒരു കാര്യം മനസ്സിലാക്കണം. എല്ലാവരും ചേർന്ന് നിന്നെയും നിന്റെ അച്ഛനെയും ചതിക്കുകയായിരുന്നു. നീ ഒരു പൊട്ടി, എല്ലാം കണ്ണടച്ചങ്ങ് വിശ്വസിക്കും. പണ്ട് ഞാൻ നിന്നോട് പറഞ്ഞതാ, പണക്കാര് പയ്യന്മാരുടെ വലയിൽ കുടുങ്ങിയാൽ അവസാനം തെണ്ടിത്തിരിഞ്ഞ് ഒക്കത്തൊരു കൊച്ചിനെയും ചുമന്നുകൊണ്ട് നടക്കേണ്ടി വരുമെന്ന്. ഓരോരോ യോഗം, അല്ലാതെ പിന്നെ ഞാനിപ്പോൾ എന്തു പറയാനാ? കല്യാണി അവിടെ നിന്നും പോവുകയാണ്. കൂടെ പോകാൻ തുടങ്ങുന്ന സുജാതയെ വിലാസിനി തടയുന്നു. പിന്നീട് കാണിക്കുന്നത് അനിയൻകുട്ടൻ സ്കൂളിൽ പോകാൻ റെഡിയാവുകയാണ്. റോഡിലൂടെ നടക്കുന്ന ആനന്ദിനെയും കാണിക്കുന്നുണ്ട്. അഖില മാഡവും ശിവരാമകൃഷ്ണനും റൂമിൽ തന്നെ ഇരുന്ന് എന്തോ കമ്പ്യൂട്ടറിൽ നോക്കുകയാണ്. പെട്ടെന്ന് മുകളിലേക്ക് കയറിപ്പോയ കല്യാണി ഒരു ബാഗുമായി തിരികെ വരുന്നു. എന്നിട്ട് അനിയൻകുട്ട എന്ന് ഉറക്കെ വിളിക്കുകയാണ്. ഇത് ശിവരാമകൃഷ്ണനും അഖിലയും കേൾക്കുന്നു. ഞാനിവിടെ ഉണ്ട് ചേച്ചി എന്ന് അനിയൻകുട്ടൻ പറയുകയാണ്. അനിയൻകുട്ട വാ പോകാമെന്നും പറഞ്ഞ് അനിയൻകുട്ടിനെയും പിടിച്ച് ഇറക്കുകയാണ് കല്യാണി. എങ്ങോട്ടെന്ന് അനിയൻകുട്ടൻ ചോദിക്കുന്നു. ഞാൻ ഇന്ന് സ്കൂളിൽ പോകുവാണ്. നീ എവിടെ പോകണമെന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ്, നിന്റെ ചേച്ചി. വാ പോകാം. നീ ഇന്ന് സ്കൂളിൽ പോകുന്നില്ല ചേച്ചി. ഇന്ന് എനിക്ക് ടെസ്റ്റ് പേപ്പർ ഉള്ളതാണ്, അതും മാത്സിന്റെ. നിന്നോടല്ലേ ഞാൻ പറഞ്ഞത് പോണ്ടാന്ന്? എന്റെ കണക്ക് കൂട്ടലുകൾ ശരിയാണോ എന്ന് ആദ്യം അറിയട്ടെ. അത് കഴിഞ്ഞു മതി നിന്റെ കണക്കും പരീക്ഷയുമൊക്കെ. വാ എന്നും പറഞ്ഞ് അനിയൻകുട്ടനെയും വിളിച്ച് പുറത്തേക്ക് ഇറങ്ങുകയാണ് കല്യാണി. അനിയൻകുട്ടൻ ചോദിക്കുകയാണ്, വീട് എന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? അന്നേരം വിലാസിനി അവിടെ എത്തുന്നുണ്ട്. കല്യാണി പറയുകയാണ്, ഈ നശിച്ച വീട്ടിൽ നമ്മൾ ഇനി നിൽക്കുന്നില്ല, വാ ഇറങ്ങ് എന്ന് പറയുകയാണ്. അപ്പോഴേക്കും നന്ദന അങ്ങോട്ട് വരുന്നു. നിന്നോടല്ലേ പറയുന്നത്? ഇതൊക്കെ റൂമിലിരുന്ന് ശിവരാമകൃഷ്ണനും അഖിലയും കേൾക്കുന്നുണ്ട്. ഇനി ഇവിടെ നിന്നാൽ എനിക്ക് നിന്നെയും നഷ്ടപ്പെടും. വാ അനിയൻകുട്ട. നന്ദന ചോദിക്കുകയാണ്, കല്യാണി ഇതെങ്ങോട്ടാ? നിനക്കിതെന്തു പറ്റി? നന്ദനയുടെ ദേഷ്യത്തിൽ കല്യാണി പറയുകയാണ്, വിട്, ഞാൻ പോകുന്നു. ഇനി ഇവിടെ നിന്നാൽ എനിക്ക് ശ്വാസം മുട്ടും. പോകാൻ തുടങ്ങുന്ന കല്യാണിയെ നന്ദന പിടിച്ചു നിർത്തുകയാണ്.
നന്ദന ചോദിക്കുകയാണ്, കല്യാണി നീ എന്തായി കാണിക്കുന്നത്? എങ്ങോട്ടായി പോകുന്നത്? വേണ്ട നന്ദന, ഞാൻ ഇനി ഇവിടെ നിന്നാൽ ആയുസെത്താതെ മരിച്ച എന്റെ അച്ഛന്റെ ആത്മാവിന് സമാധാനം കിട്ടില്ല. ഞാൻ പോകുക, വാ എന്നും പറഞ്ഞ് അനിയൻകുട്ടനെയും പിടിച്ച് ഇറങ്ങുകയാണ്. അപ്പോഴേക്കും ശിവരാമകൃഷ്ണൻ കല്യാണി എന്ന് വിളിക്കുകയാണ്. അത് കേൾക്കാതെ കല്യാണി അനിയൻകുട്ടനെയും പിടിച്ചുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങുകയാണ്. തന്റെ വാക്കുകൾ കേൾക്കാതെ പോകുന്ന ശിവരാമകൃഷ്ണൻ കല്യാണി എന്ന് ഉറക്കെ വിളിക്കുകയാണ്. ഒന്ന് നിന്ന ശേഷം കല്യാണി വീണ്ടും അനിയൻകുട്ടനെയും പിടിച്ചുകൊണ്ട് പുറത്തേക്ക് പോവുകയാണ്. എല്ലാവരും അന്തം വിട്ടു നിൽക്കുകയാണ്. സന്തോഷത്തോടെ വിലാസിനി അകത്തേക്ക് പോകുന്നു. ഗേറ്റിന് മുന്നിലെത്തുമ്പോൾ ആനന്ദ് ജോഗിങ് കഴിഞ്ഞ് എത്തുകയാണ്. ബാഗുമായി നിൽക്കുന്ന കല്യാണിയെ കണ്ടിട്ട് ആനന്ദ് ചോദിക്കുകയാണ്, കല്യാണി എന്താ ഇത്? നീ ഇതെങ്ങോട്ടാ? ദേഷ്യത്തിൽ കല്യാണി പറയുകയാണ്, ഞങ്ങൾ ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും പോവുകയാണ്. അല്ല, അതാ ചോദിച്ചത് എങ്ങോട്ടാണെന്ന്. ഈ നരകത്തിൽ നിന്ന് എങ്ങോട്ടെങ്കിലും പോവുകയാണെന്ന്. ആയിക്കോട്ടെ, അതിന്റെ കാര്യം പറഞ്ഞിട്ട് പോ നീ. കാര്യം എന്താണെന്ന് വലിയ കുഞ്ഞിന് അറിയില്ല അല്ലേ? വലിയ കുഞ്ഞെ, ഞാനൊരു നാട്ടിൻപുറത്തുകാരി പെണ്ണാണ്, സ്നേഹിക്കാൻ മാത്രം അറിയാവുന്നവൾ. എല്ലാവരും എന്റെ മുൻപിൽ അഭിനയിച്ച് എന്നെ തോൽപ്പിക്കുകയായിരുന്നു. പക്ഷെ ഞാൻ ജീവതുല്യം സ്നേഹിക്കുന്ന വലിയ കുഞ്ഞും എന്റെ മുന്നിൽ അഭിനയിക്കുമായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ചിരിച്ചുകൊണ്ട് ആനന്ദ് ചോദിക്കുകയാണ്, കല്യാണി നീ എന്തൊക്കെയായി പറയുന്നത്? ഞാൻ എന്റെ ദൈവത്തെ പോലെ കണ്ടതല്ലേ വലിയ കുഞ്ഞിനെ? എന്നിട്ടെന്തിനാ വലിയ കുഞ്ഞ് എല്ലാം എന്നോട് മറച്ചു വെച്ചത്? അന്നേരം ആനന്ദ് ഒന്ന് പരിഭ്രമിക്കുകയാണ്. കല്യാണി, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നിനക്കെന്താ പറ്റിയത്? ഞാൻ എന്ത് മറച്ചു വെച്ചു എന്നാ നീ പറയുന്നത്? മറച്ചു വെച്ചത് എന്താണെന്ന് അറിയണമല്ലേ? ഞാൻ ചോദിച്ചാൽ വലിയ കുഞ്ഞ് അതിനെനിക്ക് ശരിയായ മറുപടി തരുമോ? എങ്കിൽ പറ, എന്റെ അച്ഛനെ കൊന്നത് ആരാണ്? ആനന്ദ് ഉത്തരമില്ലാതെ നിൽക്കുകയാണ്. കല്യാണി ചോദിക്കുകയാണ്, ചോദിച്ചത് കേട്ടില്ലേ? എന്റെ അച്ഛൻ എങ്ങനെയാ മരിച്ചതെന്ന് പറയൂ വലിയ കുഞ്ഞെ. ആനന്ദ് പറയുകയാണ്, കല്യാണി നീ എന്ത് ഭ്രാന്തായി പറയുന്നത്? ദാസേട്ടനെ കൊന്നെന്നോ? കല്യാണി പറയുകയാണ്, ഭ്രാന്തല്ല, പച്ചയായ സത്യം. നിങ്ങളുടെ അമ്മയാണോ എന്റെ അച്ഛനെ കൊന്നത്? അത് കേട്ട് ആനന്ദ് ആകെ ഞെട്ടുകയാണ്. അനിയൻകുട്ടനും ഒരുപോലെ ആനന്ദിനെ നോക്കുകയാണ്. കല്യാണി വീണ്ടും ചോദിക്കുകയാണ്, പറയ്, തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയാണോ എന്റെ അച്ഛനെ കൊന്നത്? കല്യാണി അമ്മ ഒരിക്കലും എന്ന് ആനന്ദ് പറയുമ്പോൾ കല്യാണി പറയുകയാണ്, വേണ്ട, അച്ഛൻ മരിച്ച സമയത്ത് ആ സ്ഥലത്ത് നിങ്ങളുടെ അമ്മയും ഉണ്ടായിരുന്നു. എല്ലാം കള്ളമാണെന്ന് പറയാൻ പോവുകയാണോ വലിയ കുഞ്ഞ്? അങ്ങനെയാണെങ്കിൽ അത് എന്റെ മുഖത്ത് നോക്കി പറയണം. ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത പാവം എന്റെ അച്ഛൻ എന്തു മഹാപാപമാണ് നിങ്ങളോടൊക്കെ ചെയ്തത്? ആരാ എന്റെ അച്ഛനെ കൊന്നത്? എന്റെ അച്ഛനെ കൊന്നപ്പോൾ അവർക്കൊക്കെ എന്ത് നേട്ടമാണ് ഉണ്ടായത്? എന്നെയും എന്റെ അനിയൻകുട്ടനെയും ആരോരും ഇല്ലാതാക്കിയപ്പോൾ നിങ്ങൾക്കൊക്കെ എന്താണ് കിട്ടിയത്? പറയൂ വലിയ കുഞ്ഞെ, പറയാനെന്നും പറഞ്ഞ് വീണ്ടും പറയുകയാണ് കല്യാണി. അനിയൻകുട്ടൻ ചേച്ചി എന്ന് കരഞ്ഞുകൊണ്ട് വിളിക്കുന്നുണ്ട്. എന്നിട്ട് ആനന്ദ് പറയുകയാണ്, നിന്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഇന്ന് ഞാൻ ഉത്തരം തരും. നീ വാ എന്റെ കൂടെ. വരാൻ എന്നും പറഞ്ഞ് കല്യാണിയും കൂട്ടി പോവുകയാണ് ആനന്ദ്. കല്യാണിയും കൂട്ടി അകത്തെത്തിയ ആനന്ദ് അമ്മേ എന്ന് ഉറക്കെ വിളിക്കുകയാണ്. അന്നേരം ശിവരാമകൃഷ്ണൻ ആനന്ദ് എന്ന് വിളിക്കുകയാണ്. ആനന്ദ് പറയുകയാണ്, വേണ്ട. ഭാര്യയെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന അച്ഛൻ പലപ്പോഴും മക്കളെ മറക്കുന്ന അച്ഛനോടല്ല എനിക്കിപ്പോൾ സംസാരിക്കാനുള്ളത്. അകത്ത് കറുപ്പും മുഖത്ത് വെളുപ്പും വരുത്തി സമയാസമയങ്ങളിൽ സന്ദർഭങ്ങൾ അനുസരിച്ച് വിവിധ വേഷങ്ങളിൽ മാറി മറിഞ്ഞാടുന്ന കപടമുഖമുള്ള അമ്മയോടാണ്. തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരി എന്ന എന്റെ അമ്മയോട്. അവരുടെ ഒരു വളർത്തുമൃഗമായിരുന്ന മകൻ സംസാരിക്കുന്ന അവസാന വാക്കുകളായിരിക്കും ഒരുപക്ഷെ ഇത്. അന്നേരം എല്ലാവരും ഹാളിലേക്ക് എത്തുന്നുണ്ട്. അഖിലയും അവിടേക്ക് എത്തുകയാണ്. ആനന്ദ് അഖിലയെ നോക്കി പറയുകയാണ്, അമ്മ എന്ന ഒരു വലിയ സ്നേഹസങ്കല്പം എന്നും മനസ്സിൽ ഉണ്ടാകും. പക്ഷെ ആ സങ്കല്പം വെച്ച് ഞാൻ എന്റെ അമ്മയെ കാണാൻ ഒരിക്കലും വരില്ല. എന്റെ ആ സങ്കല്പങ്ങൾ ആകെ തെറ്റിച്ച ഒരമ്മയാണ് ഇപ്പോൾ എന്റെ മുന്നിൽ ഉള്ളത്. സമ്മതിച്ചു, എന്റെ മുന്നിൽ നിൽക്കുന്നത് സാക്ഷാൽ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി തന്നെയാണ്. ഇതാണ് അഖിലാണ്ടേശ്വരിയുടെ ഭാവം. സമൂഹമധ്യത്തിൽ മഹേശ്വരി, നാട്ടിലെ പഞ്ചപാവങ്ങൾക്ക് അന്നപൂർണേശ്വരി, മകനായ എനിക്ക് സംഹാരമൂർത്തി. രാമകൃഷ്ണൻ പറയുകയാണ്, ആനന്ദ്, കൈവിട്ട ആയുധവും വാവിട്ട വാക്കും തിരിച്ചെടുക്കാനാകില്ല. നീ അതോർക്കണം. അറിയാം എന്ന് ആനന്ദ് ഉച്ചത്തിൽ പറയുകയാണ്. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. ഇടയ്ക്ക് കയറി ന്യായീകരണവുമായിട്ട് വരരുത്. നിയന്ത്രണം വിട്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോയാൽ പിന്നീട് ഞാൻ വിതുമ്പിപ്പോകും. കാരണം ശിവരാമകൃഷ്ണൻ എന്ന എന്റെ പഴയ അച്ഛൻ എന്റെ മനസ്സിലുണ്ട്. എനിക്ക് പറയാനുള്ളത് മുഴുവൻ ഇങ്ങോട്ടാണ് എന്ന് അഖിലയെ ചൂണ്ടി പറയുകയാണ് ആനന്ദ്. ഇപ്പോഴെങ്കിലും ഞാനത് പറഞ്ഞില്ലെങ്കിൽ പൊട്ടിത്തെറിച്ചു പോകും. ആനന്ദ് എന്ന് ശിവരാമകൃഷ്ണൻ വിളിക്കുമ്പോൾ ആനന്ദ് ദേഷ്യത്തിൽ പറയുകയാണ്, പറയട്ടെ, മുഴുവൻ പറഞ്ഞു തീർക്കട്ടെ. അഖിലയെ നോക്കി ആനന്ദ് പറയുകയാണ്, എന്നെയും എന്റെ ഭാര്യയെയും അപമാനിച്ചു വിട്ട ശേഷം അച്ഛന്റെ അഭ്യർത്ഥന മാനിച്ചാണ് ശത്രുവായി മാറിയെങ്കിലും അമ്മയെ ദൂരെ നിന്നെങ്കിലും കാണാമല്ലോ എന്ന് കരുതി ദൂരേക്കൊന്നും പോകാതെ ആ പഴയ തൃച്ചംബരത്തിനടുത്ത് ഔട്ട് ഹൗസിൽ ഞാൻ താമസിച്ചത്. പിന്നീട് അനുഭവിച്ച അപമാനങ്ങളും വേദനകളുമൊക്കെ ഞാൻ മറക്കുന്നു. ഇവള് ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ ആ ഔട്ട് ഹൗസിലേക്ക് വന്ന് ഞങ്ങളെ കാല് പിടിച്ച് ആനയിച്ച് എഴുന്നള്ളിക്കാൻ വന്ന ഭാവം കാണിച്ചപ്പോഴേ ഞാൻ മനസ്സിലാക്കിയതാണ് ഇതിലെന്തോ ചതിയുണ്ടെന്ന്. എന്തായാലും ഞങ്ങളിൽ ആരെയെങ്കിലും ഒരാളെ ഇല്ലാതാക്കുന്നതിന് മുൻപ് തന്നെ ആ ലക്ഷ്യം മറനീക്കി പുറത്തു വന്നു. കഴിഞ്ഞ ദിവസം ഒരു ബോധക്ഷയം
അതിഗംഭീരമായി അഭിനയിച്ചു തകർത്തപ്പോഴേ ഞാൻ സംശയിച്ചിരുന്നതാണ്. അരങ്ങ് തകർത്ത് ആടിക്കൊണ്ടിരിക്കുന്ന ഈ നാടകത്തിന് തിരശീല വീഴുമെന്ന്. അതും അങ്ങനെ തന്നെ സംഭവിച്ചു. ദാ വീണിരിക്കുന്നു തിരശീല. അഭിനയ മികവിന് ഓസ്കാർ അവാർഡിനെ പോലും മേലെയാണ് ഈ നിൽക്കുന്ന സ്ത്രീ. കേട്ട് ഒരക്ഷരം മിണ്ടാ നിൽക്കുകയാണ് അഖില. ഭാരതത്തിലെ എല്ലാ അമ്മമാർക്കും ഒരു അപമാനം. എന്തൊക്കെ സ്നേഹപ്രകടനങ്ങളായിരുന്നു. ഡോക്ടറെ വിളിച്ചു വരുത്തുന്നു, മരുന്ന് കൊടുക്കുന്നു, ചോറ് വാരി കൊടുക്കുന്നു, ജോത്സ്യരെ കണ്ട് ചരട് വരെ ജപിച്ചു കെട്ടിക്കൊടുക്കുന്നു. എല്ലാം മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയുടെ ഭാവാഭിനയം. ഇന്നലെ വരെ മൂത്ത മരുമകളായിരുന്നു കല്യാണി. ഇന്ന് നേരം പുലർന്നപ്പോൾ മുതൽ, അല്ലെങ്കിൽ ഇവർക്ക് ബോധം തിരിച്ചു കിട്ടിയപ്പോൾ മുതൽ വേലക്കാരി. കുടിലിൽ ജനിച്ചവൾ, കരി പിടിച്ച അടുക്കളയിലെ തഴപ്പായയിലിരുന്ന് പഴങ്കഞ്ഞി കുടിച്ചു വളർന്നവൾ. എന്റെ ഭാര്യയെക്കുറിച്ച് എന്റെ അമ്മ പറഞ്ഞ വിശേഷണങ്ങൾ. വീണ്ടും അഖിലയെ നോക്കി ആനന്ദ് പറയുകയാണ്, മറ്റുള്ളവരും മനുഷ്യരല്ലേ, അവർക്കും ജീവിക്കണ്ടേ. അഖിലയെ കൈചൂണ്ടി ആനന്ദ് പറയുകയാണ്, ഈ മനസ്സ് നിറയെ പക, അസൂയ, അപമാനിക്കൽ. ഇതിന് എന്നെങ്കിലും ഒരു അവസാനം വേണ്ടേ? അവസാനമായിട്ട് 2 കാര്യങ്ങൾ കൂടി. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും കല്യാണിയും എന്നേക്കുമായി ഇവിടെ നിന്നും പടിയിറങ്ങും. ചോദ്യം എന്റെ അമ്മയോട് തന്നെയാണ്. എനിക്കതിന് മറുപടി കിട്ടണം. കിട്ടിയേ പറ്റൂ. അമ്മയെ വെറുപ്പിക്കാതിരിക്കാൻ വേണ്ടി സ്വന്തം മോളോട് പിണങ്ങി നാട്ടിലേക്ക് പോയ ദാസേട്ടനെ തൃച്ചംബരത്തേക്ക് തിരിച്ചു വിളിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു? ദാസേട്ടൻ അപകടത്തിൽ പെട്ട് മരിച്ച ആ രാത്രി, അതേ നിമിഷം അതേ സ്ഥലത്ത് തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി എങ്ങനെ എത്തപ്പെട്ടു? എന്തിന് എന്ന് ഉറക്കെ ചോദിക്കുകയാണ് ആനന്ദ്. എനിക്കിതിന്റെ ഉത്തരം അറിഞ്ഞേ പറ്റൂ. ഒന്നും മിണ്ടാതെ നിൽക്കുന്ന അഖിലയെ തട്ടി വീണ്ടും ആനന്ദ് ചോദിക്കുകയാണ്, എന്താ ഞാൻ ചോദിച്ചതിന് ഉത്തരമില്ലേ? ഈ മൗനത്തിൽ നിന്നും ഞാൻ എന്താണ് മനസ്സിലാക്കേണ്ടത്? ആനന്ദിന്റെ കൈ തട്ടി മാറ്റുകയാണ് അഖില. എന്റെ കല്യാണിയുടെ അച്ഛനെ കൊന്നത് എന്റെ അമ്മയാണെന്നാണോ? ഉത്തരമൊന്നും പറയാതെ അഖില അകത്തേക്ക് പോവുകയാണ്. റൂമിലെത്തിയ അഖില വാതിലടയ്ക്കുന്നു. വാതിലിന് മുന്നിലെത്തിയിട്ട് ആനന്ദ് പറയുകയാണ്, ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ റൂമിൽ കയറി വാതിലടച്ചിരിക്കുന്നത് തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിക്ക് ഭൂഷണമല്ല. ആൻസർ മീ എന്നും പറഞ്ഞ് ആനന്ദ് വാതിലിൽ ഉറക്കെ തട്ടുകയാണ്. എന്നിട്ട് വാ കല്യാണി എന്നും പറഞ്ഞ് കല്യാണിയെ വിളിച്ചുകൊണ്ട് മുകളിലേക്ക് പോവുകയാണ് ആനന്ദ്. കൂടെ അനിയൻകുട്ടനും പോകുന്നു. മോനെ എന്ന് ശിവരാമകൃഷ്ണൻ വിളിക്കുന്നുണ്ടെങ്കിലും ആനന്ദ് അത് കേൾക്കുന്നില്ല. ഇതൊക്കെ കേട്ട് ആകെ സന്തോഷിച്ചു നിൽക്കുകയാണ് വിലാസിനി. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. താങ്ക് യു.